2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇളന്തിക്കര ഗുരുസ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കേരള സർക്കാർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇളന്തിക്കര ഗുരുസ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഗുരുസ്മാരക വായനശാല പ്രസിഡന്റ് MO വർക്കി സ്വാഗതം പറഞ്ഞു. ജെസിമോൾ ജോഷോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇതുപോലെ നമുക്കൊരു മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മൊത്തത്തിൽ തന്നെ ഒരു ട്രസ് വർക്ക് നടത്തി നമുക്ക് അതിൻ്റെ സീലിംഗ് എല്ലാം ചെയ്തൊരു മനോഹരമായ ഒരു ഹോളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ അതിനാവശ്യമായ പണം കൂടി അനുവദിക്കുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബാക്കിയൊക്കെയുള്ള ചെറിയ കാര്യമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് നോക്കിക്കൊള്ളാമെന്ന് എന്നോട് സ്വാഗതം അതൊക്കെ ചെയ്തോളൂ. എല്ലാ കാര്യങ്ങളും പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അവരെല്ലാവരും കൂടി ജില്ലാ പഞ്ചായത്ത് വേണമെങ്കിൽ ഇതിനേക്കാൾ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ രവി പറയും. ചേർന്നാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്ത ആളാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സഹായിക്കാം. ഇതൊരു പൊതുസ്ഥാപനമാണ്, നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള സ്ഥാപനമാണ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വായനയുടെ ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. മനസ്സിലായി. ജില്ലാ പഞ്ചായത്ത് അംഗം KV രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറൂബിൽ സെലസ്റ്റീന, പുത്തമ്പേലിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB ജോസ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനി തോമസ്, വാർഡ് മെമ്പർ സിന്ധു നവീനൻ, CPIM നേതാവ് MM കരുണാകരൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് PK ഉല്ലാസ്, CPI നേതാവ് CK ബിജു, BJP നേതാവ് VA വേണു, പ്രിൻസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. രണ്ടാമതായി നിരവധി കാലങ്ങളായി നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ നമ്മുടെ വായനശാലയ്ക്ക് ഒരു പുതിയ കെട്ടിടം പണിയാൻ, നമ്മുടെ മാറുന്ന കാലത്തിനനുസരിച്ച് വായനശാലയുടെ സൗകര്യങ്ങളും അതിൻ്റെ കെട്ടിലും മട്ടിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തണം. ആയതിനു വേണ്ടി ബഹുമാനപ്പെട്ട MLAയോ MPയോ സമീപിച്ച് നമുക്ക് ഇതിനൊരു ഫണ്ട് കണ്ടെത്തണമെന്നും അങ്ങനെ നമ്മുടെ പുതിയ കെട്ടിടം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന 2 തീരുമാനമാണ് നമ്മൾ പ്രധാനമായിട്ട് അന്ന് കൈക്കൊണ്ടത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വായനശാലയുടെ ആജീവനാന്ത അംഗവും ഇപ്പോഴത്തെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയുമായ ശ്രീ CD അനിലുമായി ഞങ്ങൾ ഈ ആശയം പങ്കുവച്ചു. ഞങ്ങളെ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾക്കൊരു MLA ഫണ്ട് വാങ്ങിത്തരാൻ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നത്തെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ശ്രീ ഫ്രാൻസിസ് വലിയോറമ്പിലും ശ്രീ CD അനിലും ചേർന്ന് MLAയെ സമീപിക്കുകയും അങ്ങനെ MLAയുടെ മുമ്പാകെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ വളരെ സന്തോഷപൂർവ്വം തന്നെ അദ്ദേഹം അത് നടത്തിത്തരാം, അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് നടത്തിത്തരാമെന്നുള്ള ഉറപ്പ് നമുക്ക് തരികയും തുടർന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട MLAയും പ്രതിപക്ഷ നേതാവുമായി അന്ന് പ്രഖ്യാപിച്ചതിനനുസരിച്ചാണ് ഇന്ന് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.